ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ വേദ പോയതറിഞ്ഞ സങ്കടത്തിൽ നിൽക്കുന്ന വിക്രമിൻ്റെ അടുത്ത് മാഷു പറയും, കുറേ കാലമായിട്ട് പറയുന്നതല്ലേ അവൾക്കും അടുത്ത് കാണും. വിക്രം പറയും, പക്ഷേ ഞാൻ തിരിച്ചു വരുന്നത് വരെ അവൾക്ക് കാത്തിരിക്കായിരുന്നല്ലോ അച്ഛ. മാഷു പറയും, ശരിയാണ്, പക്ഷേ മനുഷ്യർ ചിലപ്പോൾ തീരുമാനം എടുക്കുന്നത് ഒരുപാട് കൂട്ടിയും കുടിച്ചും ശിഷ്ടവും കിഴിച്ചുമല്ല ആ സമയത്തെ തോന്നലുകളാണ് പലപ്പോഴും അവരെ നയിക്കുന്നത്. 2-3 ദിവസമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം നീ തിരിച്ചു വരുമ്പോഴേക്കും പ്രവർത്തിക്കണമെന്ന് അവൾക്ക് തോന്നി കാണും. അവളുടെ തീരുമാനത്തിന്റെ ശക്തി നിന്നെ ബോധ്യപ്പെടുത്തണമെങ്കിൽ വെറും വാക്ക് മാത്രം പോരാ, ഒരു തവണയെങ്കിലും അത് പ്രവൃത്തിയിൽ കാണിക്കണമെന്ന് അവൾക്ക് തോന്നി കാണും. അപ്പൊ ശ്രീജ പറയും, അച്ഛൻ പറഞ്ഞത് ശരിയാ, വേദ ചിലപ്പോ ഒരു മുന്നറിയിപ്പ് പോലെ ചെയ്തതാവും. നന്ദിനി പറയും, മുന്നറിയിപ്പ് ആരെങ്കിലും ചെയ്ത് കാണിക്കോ? പറയല്ലേ ഉള്ളൂ. മാഷും കമലൊക്കെ നോക്കുമ്പോ നന്ദിനി പറയും, ഞാൻ പരിഹസിച്ചതല്ല, പറഞ്ഞേ ഉള്ളൂ. കമല പറയും, മോനെ, നീ ശ്രീനിവാസനുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചു എന്നറിയുമ്പോ വേദ തീരുമാനം മാറ്റുന്ന എനിക്ക് തോന്നുന്നത്. അവള് തിരിച്ചു വരും, ഉറപ്പാ മോനെ. മാഷു പറയും, അതുവരെ കാത്തിരിക്കുകയല്ല വേണ്ടത്, പകരം നേരിൽ കണ്ട് ബോധ്യപ്പെടുത്താണ് വേണ്ടത്. ശ്രീജയും പറയും, അതെ വിക്രം, നീ അവളെ നേരിൽ ചെന്ന് കാണണം. നന്ദിനി പറയും, അവൾ അവനെ അങ്ങോട്ട് കയറ്റിയില്ലെങ്കിലോ? ഇവിടുന്ന് പോയ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇനിയിപ്പോ സംസാരിച്ച് ശരിയാക്കാൻ പറ്റുമെങ്കിൽ നല്ലത് തന്നെ. അപ്പൊ കമലമ്മ പറയും, കൂടുതൽ വിശദീകരണം വേണ്ട നന്ദിനി, നിർത്തിക്കോ. വിക്രമിന് ആകെ സങ്കടാവും. സങ്കടത്തോടെ അവിടെ ചെയറിൽ വന്നങ്ങ് തളർന്നിരുന്നു പോവാണേ. അപ്പോ കമല അടുത്ത് എന്നിട്ട് പറയും, നീ വിഷമിക്കേണ്ട മോനെ, പോയി കുളിച്ചിട്ട് വാ. എടാ, നിന്നെ ഇങ്ങനെ കാണാൻ അമ്മയ്ക്ക് പറ്റുന്നില്ലടാ, വിഷമിക്കാതിരിക്കേ. അപ്പോഴേക്കും മാഷു അടുത്തേക്ക് വരും. വിക്രമിന്റെ തോളിൽ കൈവച്ചിട്ട് പറയും, ആത്മാർത്ഥതയുള്ളടത്ത് സ്നേഹം ഉണ്ടാകും. നിന്റെ മനസ്സിൽ ഇപ്പൊ അതുണ്ട്. പണ്ടായിരുന്നെങ്കിൽ നീ പെരുമാറുന്നത് ഇങ്ങനെയായിരിക്കില്ല. അവൾ ഇറങ്ങിപ്പോയെങ്കിൽ അതിനേക്കാളും കടുത്ത രീതിയിലായിരിക്കും നീ പെരുമാറുക. ഇപ്പൊ നിനക്കൊന്നും ചെയ്യാൻ പറ്റാതെ പ്രവർത്തിക്കാതിരിക്കുന്നത് ആ കുട്ടി നിന്നെ എത്രമാത്രം മാറ്റിയെന്നുള്ള ഉദാഹരണമാണ്. 1-2 ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. പരസ്പരം അകന്ന് നിൽക്കുമ്പോഴാണ് ആരാണെന്നുള്ള തോന്നലുകൾ ഉണ്ടാവുക. അത് നമുക്ക് കൂടുതൽ മനസ്സിലാവുക. അതിനുശേഷം പോയി കണ്ടേ തുറന്ന് സംസാരിക്കേ. അവള് തിരിച്ചു വരും, ഉറപ്പ്. ചെന്ന് കുളിക്കേ എന്ന് പറഞ്ഞ് വിക്രമിന്റെ തോളിലും തലയോടിക്കൊണ്ട് ആശു പറയണേ. കണ്ണുനീരൊക്കെ തുടച്ച് സങ്കടത്തോടു കൂടിയാണ് വിക്രം അവിടെ നിന്ന് പോകുന്നത്. കമലമ്മയൊക്കെ സങ്കടത്തിൽ നോക്കി നിൽക്കും. ഈശ്വര ഭഗവാനെ, എന്റെ മകനോടൊപ്പം നിൽക്കണേ. മാഷും ശ്രീജയൊക്കെ അത് തന്നെ ആഗ്രഹിക്കുന്നത്. നന്ദിനിക്ക് മാത്രമേ ഇതിൽ സന്തോഷമുള്ളൂ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. വേദ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങോട്ട് അകത്തേക്ക് വരാമോ എന്ന് വെച്ച് ദീപ്തി അങ്ങോട്ട് വന്നിരിക്കുകയാണേ. വേദ ഒന്നും പറയണില്ല. അതെ, ടെൻഷൻ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ട് ചോദിക്കുക. വേദച്ചി സത്യം പറയണം. സാധാരണ വേദച്ചി വരുമ്പോ എനിക്ക് സന്തോഷമാണ് തോന്നേണ്ടത്. പക്ഷെ ബാഗും സാധനങ്ങളൊക്കെ ആയി വന്ന് കയറുന്നത് കണ്ടപ്പോ സത്യം പറഞ്ഞ കിളി പോയി. എന്താ വേദച്ചി റിയൽ ഇഷ്യൂ? അത് പറയേ. വേദ പറയും, നീ ഒന്ന് പോകുന്നുണ്ടോ ദീപ്തി? ഇത് തന്നെയല്ലേ നീ ഇന്നലെയും വന്ന് ചോദിച്ചത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ദീപ്തി പറയും, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇന്ന് വിക്രമേട്ടനെ കാണാൻ പോവാ. വേദയ്ക്ക് എന്തിനെ? വേദജി പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വിക്രമേട്ടനിൽ നിന്നും കാര്യം മനസ്സിലാക്കിക്കോളാം. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വരുണും കാണും. വിക്രമേട്ടൻ എന്തായാലും സത്യം പറയും. ഞാൻ അതിവിടെ അച്ഛനും അമ്മയോടും പറയും. വേദയ്ക്കും, നിനക്ക് എന്താ ദീപ്തി? അതുകൊണ്ടൊന്നും എന്റെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെങ്കിലും ചേച്ചിക്ക് സത്യം പറയാൻ പറ്റുമോ? ചേച്ചി ഇങ്ങോട്ട് വന്നതിന് ഒരു കാരണം ഉണ്ടാവും പറഞ്ഞില്ലേ? അതെന്താ നിന്നോട് പറഞ്ഞോടെ? വേദ പറയും, നിന്നോടൊന്നല്ല, ഒരാളോടും അത് പറയാൻ പറ്റില്ല. അപ്പൊ ദീപ്തിക്കും, ഇതെന്താ ദൃശ്യം 3യോ? ആ സത്യം ചേച്ചിയുടെ മാത്രം അവസാനിക്കാൻ? വേദ പറയും, ഒരിക്കലും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അറിയും, ഞാൻ തന്നെ അറിയിക്കും. പക്ഷേ അതിനു മുന്നേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ദീപ്തിക്ക് എന്ന് വെച്ചാ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ വേദേച്ചി ഈ വീട്ടിൽ നിന്ന് മടങ്ങുന്നാണോ? അപ്പൊ വേദയ്ക്കും, നിനക്ക് എന്താ എന്നെ പറഞ്ഞു വിടണോ? അതല്ല, വിക്രമേട്ടനായ ചേച്ചിക്ക് ഉള്ളിൽ ഒരു പ്രശ്നവും ഇല്ല എന്നറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. വേദ പറയും, ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരാ ഇല്ലെന്ന് പറഞ്ഞത്? ദീപ്തി പറയും, ചേച്ചി വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഇപ്പോഴും ഉള്ളൂ അല്ലേ? അപ്പൊ വേദ തല താഴ്ത്തും. ദീപ്തിക്കും, എന്താ പുതിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? വേദ പറയും, പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടാണല്ലോ എനിക്കിപ്പോ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. പക്ഷെ ആ പ്രശ്നങ്ങൾ ഞാൻ തന്നെ അവസാനിപ്പിക്കും, ഉറപ്പ്. ദീപ്തി പറയും, അപ്പൊ ഈ പിണക്കം തീരാത്ത പിണക്കോ അല്ല അല്ലേ? വേദ പറയും, എനിക്ക് വിക്രത്തോട് പിണക്കമുണ്ടെന്ന് ആര് പറഞ്ഞു? ദീപ്തിക്കും ഇല്ലേ? അപ്പൊ ഉടക്കി പോകുന്നത്? വേദ പറയും, ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ദീപ്തി, ഹാവോ, സമാധാനായി. എങ്കിലേ ഒരു രഹസ്യം കൂടെ പറയാം. വർഷയെടുത്തി ഗായത്രി അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. വേദേച്ചിയും വിക്രം ചേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞാൽ ദർശൻ ചേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്ന്. വേദ അങ്ങ് ഞെട്ടും. ദീപ്തി അറിയും, ദർശൻ ചേട്ടൻ അതിന് നിൽക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതാണ് അവരുടെ പ്ലാൻ. നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ഈ വിഷയം മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ ചേർന്ന് ഡിവോഴ്സിലേക്ക് എത്തിക്കാൻ നോക്കിയാ അവിടെ എല്ലാരും കൂടെ ചേർന്ന് അതിലേക്കായിരിക്കും എത്തുക. വേദ ഇങ്ങനെ ആലോചിക്കും. തൽക്കാലം നീച്ചല്ലേ, നമുക്ക് ആലോചിക്കാം. തൽക്കാലം എനിക്കിപ്പോ ഒന്നും കിടക്കണം. ദീപ്തി അറിയും, ഞാൻ പോയേക്കാം. പക്ഷെ പോകുന്നതേ ഉള്ളിൽ പ്രതീക്ഷയും വെച്ചോണ്ടാ. വേദിച്ചിയുടെയും വിക്രം ചേട്ടന്റെയും കാര്യത്തിൽ മാത്രമല്ല, എന്റെയും വരുണിന്റെയും. അപ്പൊ എന്നാ ചേച്ചി കിടന്നോ എന്ന് പറഞ്ഞോണ്ട് ദീപ്തി അവിടുന്ന് പോവാണ്. പോയി കഴിഞ്ഞാ ദീപ്തി വർഷ അവരോട് സംസാരിക്കുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് വർഷ മോനെ വെച്ച് റൂമിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കുമ്പോ അങ്ങോട്ട് ശ്രീകാന്ത് വരും. എന്താ വലിയ ആലോചനയാണല്ലോ,
വർഷ പറയും ആലോചിക്കാതെ വേറെ നിവർത്തില്ലല്ലോ, സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. എന്തു പറ്റി? വർഷ പറയും വേദ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടുന്ന് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തിരിച്ചു പോരുന്നു. എന്നിട്ട് ഈ വീട്ടിലാരും ഒരു കാരണം അന്വേഷിക്കുന്നില്ലല്ലോ എന്നോർത്താ. ശ്രീകാന്ത് പറയും അതിപ്പോ എങ്ങനെയാണെങ്കിലും അവള് തിരിച്ചു വന്നല്ലോ, അതുപോലെ ഇനി നമ്മളെ അവള് വെച്ച് കാര്യങ്ങൾ നടത്തിയെടുക്ക. വർഷയ്ക്കും എങ്ങനെ നടത്തുന്ന? ശ്രീകാന്ത് പറയും വരട്ടെ, നമുക്ക് ആലോചിക്കാം. വർഷ പറയും തിരിച്ചു വന്നു എന്നുള്ളത് ശരി, പക്ഷെ തിരിച്ചു മടങ്ങൂല എന്നുള്ളത് ഉറപ്പുണ്ടോ? അവൻ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്ത് തന്നെയുണ്ട്. ഇവിടുന്ന് പോയതേ ശങ്കരനാരായണന്റെ മകളായിട്ടായിരിക്കും, പക്ഷെ തിരിച്ചു വന്നതേ അവന്റെ ഭാര്യയായിട്ടാ. അല്ലെന്ന് പറയാൻ പറ്റുമോ? അവള് വെച്ച് നിങ്ങൾ എന്ത് സാധിക്കുന്നാ പറയുന്നത്? ആ താലി അഴിച്ചു മാറ്റിയിട്ട് അത്തേക്ക് കരയാൻ മതി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്തില്ല. കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ടെന്ന് നിങ്ങളുടെ അച്ഛനും തീരുമാനം പറഞ്ഞു. പിന്നെന്തെയ്യാനാ? പിന്നെ അവള് തിരിച്ചു വന്നത് ഈ വീടിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണോ? ഉറപ്പായിട്ടും അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും, അത് തന്നെ കാരണം. അപ്പൊ ശ്രീകാന്തിക്കും എന്ത് പ്രശ്നം? വർഷയും വിക്രമായിട്ട് വഴക്കിട്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവര് വന്ന് സംസാരിച്ച് സെറ്റിൽ ചെയ്യും, അവള് പോവുകയും ചെയ്യും. ശ്രീകാന്ത് പറയും അതിനാരെയും ഈ പഠിക്കകത്ത് കയറ്റില്ല. വർഷ പറയും എന്ന് നിങ്ങൾ പറയും, പക്ഷേ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയണത്? എത്രയും പെട്ടെന്ന് അവനും അവളുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം. ശ്രീകാന്ത് പറയും അത് പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച അവൾ സമ്മതിക്കണം എന്നില്ല. എന്തായാലും കുറച്ചു ദിവസം കഴിയട്ടെ, പാരലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവള് നമ്മൾ വിചാരിക്കുന്ന വഴിയിലേക്ക് വരും, പക്ഷെ അതിന് ഇച്ചിരി സമയം കൊടുക്കണമെന്ന് മാത്രം. വർഷ പറയും നിങ്ങളിവിടെ സമയം എടുത്തു നിന്നോ, അവളപ്പോഴേക്കും പൊടിയും തട്ടി അവനോടൊപ്പം പോവും. ശ്രീകാന്ത് ചിരിക്കുമ്പോഴും വർഷ പറയും ചിരിക്കാൻ പറഞ്ഞതല്ല, നാളെ ഒരു പക്ഷേ അവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്റെ അനിയൻ ദർശൻ തന്നെ ആയിരിക്കും. ശ്രീകാന്ത് പറയും ദർശനോട് നിന്റെ അച്ഛൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അവനൊരിക്കൽ വിവാഹം കഴിക്കണമെന്ന് മോഹിച്ചതല്ലേ, ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നമുക്കത് നടത്തിയെടുക്കാം. വർഷ പറയും ദർശന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോ, നിങ്ങൾ അവളുടെ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കേ. ശ്രീകാന്ത് പറയും ശരി, എന്തായാലും വന്ന് കയറിയതേ ഉള്ളൂ, പതിയെ നമുക്ക് അവളോട് സംസാരിക്കാം. വർഷരം അവളോട് പതിയെ സംസാരിച്ചാൽ മതി, പക്ഷെ ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കണം, അത് വൈകിക്കൂടാ. ശ്രീകാന്ത് പറയും ശരിന്നേ, അതുപോലെ എത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടത്തിയെടുക്കാം. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം അവിടെ ശ്രീകാര്യ ശ്രീനിവാസിന്റെ വീട്ടിലേക്ക് വരികയാണേ. അപ്പോ പൊളിക്കലുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്ത് എന്ന് പറഞ്ഞൊരു മൈൻഡ് ചെയ്യാതെ വിക്രം അകത്തേക്ക് കയറി പോവാട്ടോ. ഈ സമയം ഇത് സുധ കണ്ടിട്ട് വേഗം ശ്രീകാര്യ ശ്രീനിവാസിന്റെ അടുത്ത് നിന്നിട്ട് പറയും വിക്രം വരുന്നുണ്ട്, വരട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വിക്രം ശബരിമല ദർശനം എങ്ങനെയുണ്ടായിരുന്നു? വിക്രം പറയും നന്നായി തൊഴുതു. അതിനിടയിലെ പാരലായിട്ട് ചില കാര്യങ്ങൾ നടന്നു, അറിഞ്ഞോ? എന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്ത് വേദ കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. നീ മലയ്ക്ക് പോകുന്ന തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മുടെ രാമകൃഷ്ണൻ വക്കീല് കൗണ്ടർ ചെയ്തോളും, പക്ഷെ എന്തിനാടാ അവൾ എന്റെ പിറകുന്ന് മാറാതെ നിൽക്കുന്നത്? ആ തേരാട്ടിൽ ശ്രീധരൻ മാത്രമാണോ അതിന് പിന്നിൽ, അതോ മറ്റാരെങ്കിലും ഉണ്ടോ? വിക്രം പറയും എനിക്കറിയില്ല സാർ, ഈ കാര്യങ്ങളൊന്നും അവൾ എന്നോട് സംസാരിക്കാറില്ല. പിന്നെ എന്താ നിങ്ങൾ സംസാരിക്കാറ്? തെരഞ്ഞെടുപ്പിന് മുന്നേ എന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുക അവര്. ഇത്രയും കാലം ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല, ഇനി അത് പറ്റില്ല വിക്രം, നീ അവളോട് കാര്യമായിട്ട് സംസാരിക്കണം. അവള് എതിരിടാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ ഇലക്ഷന് മുന്നേ കോടതിയിൽ കേസ് വന്ന എനിക്കെതിരെ വരുന്ന ഓരോ വാർത്തയും മറ്റവന്മാർ ഉപയോഗിക്കും. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ജനങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവര് വിശ്വസിക്കില്ല. അവർക്ക് നമ്മൾ തെറ്റുകാരാണെന്ന് കരുതാനാണ് ഏറ്റവും ഇഷ്ടം. നെഗറ്റീവ് വാർത്തകൾക്ക് കിട്ടുന്ന പ്രാധാന്യം മറ്റൊന്നിനും കിട്ടില്ലല്ലോ. സുധ പറയും അവള് കേസായി മുന്നോട്ട് പോയിക്കോട്ടെ, അത് നേരിടാൻ കോടതിയിൽ ശ്രീനേട്ടനെ കൊണ്ട് പറ്റും, പക്ഷെ ഈ അവസരം തന്നെ അതിന് തെരഞ്ഞെടുക്കരുതെന്ന് മാത്രം. അപ്പൊ വിക്രം പറയും അവളതിന് വീട്ടിലില്ല. അത് കേൾക്കുമ്പോ ഇവര് ഞെട്ടും. ഞാൻ തിരിച്ചെത്തുന്നതിന് മുമ്പേ അവള് പോയി. അത് കേൾക്കുമ്പോഴും ഞെട്ടും. പോയെന്നോ? എങ്ങോട്ട്? അവളുടെ വീട്ടിലേക്ക്. ഞാൻ തിരഞ്ഞെടുപ്പ് ഇതില് ഏർപ്പെട്ടത് അവൾക്ക് ഇഷ്ടമായില്ല. ഇനി ഞാനിങ്ങനെ നടക്കുകയാണെങ്കിൽ അവള് വീട്ടിലേക്ക് ഇല്ലെന്ന് പറഞ്ഞത്രേ. ഓഹോ, അത് കൊള്ളാലോ. അപ്പൊ ഇത് വേദയുടെ കൃത്യമായ പ്ലാനിങ് ആണെന്നർത്ഥം. ഈ ഇലക്ഷൻ സമയത്ത് തന്നെ കേസ് പൊക്കിക്കൊണ്ടുവരിക, അതിന്നും മാറി നിൽക്കാനായിട്ട് എന്നെ സമ്മർദ്ദത്തിലാക്കുക. ഇപ്പൊ നീ പറഞ്ഞത് ഞാനും വിശ്വസിക്കുന്നുണ്ട് സുധേ, ഇത് അവള് മാത്രമായിട്ട് ചെയ്യുന്നതല്ല, ആരോ വേദയുടെ കൂടെയുണ്ട്. അതൊന്നുമല്ല സാറേ, സാറിനോടുള്ള വിരോധം കൊണ്ടല്ല അവളെന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത് എന്ന് വിക്രം പറയുമ്പോ ശ്രീനിവാസൻ ചോദിക്കും പിന്നെ അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ എന്ന് വിക്രം പറയുന്നതും അങ്ങനെ അങ്ങ് പൊട്ടിച്ചിരിക്കും. അത് നീ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എടാ പൊട്ടാ, നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് നിന്നോടൊപ്പം നിന്നിട്ടാ, അല്ലാതെ മാറി നിന്നിട്ടല്ല. ഇത് അവളുടെ പ്ലേ ആണേ, അതില് നിന്നെ നിർത്തി കളിക്കാൻ അവൾ ശ്രമിക്കുന്നെന്ന് മാത്രം. അപ്പൊ വിക്രം പറയും ഞാൻ സാറിനോട് മറ്റൊരു കാര്യം പറയാനാ വന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒന്ന് വിട്ടു നിന്നാലോ എന്ന് ആലോചിക്കുക. ഇത് കേൾക്കുന്നതും അവര് ഞെട്ടും. വിട്ടു നിൽക്കേ? വിക്രം പറയും അതെ സാർ. സുധ പറയും വിക്രം എന്തൊക്കെയാ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാ നിന്നെ ഏൽപ്പിക്കാൻ ശ്രീനേട്ടൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ശ്രീനിവാസൻ പറയും വിക്രം നിന്റെ ഇപ്പോഴത്തെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് തോന്നുന്നതാ ഇതെല്ലാം. നാളെ എനിക്ക് ശേഷം ഈ മണ്ഡലത്തെ നയിക്കേണ്ടവനാ നീ. വെറുതെ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കല്ലേ. നീ ഇപ്പൊ എങ്ങോട്ട് മാറി നിൽക്കുന്നുമില്ല, പോകുന്നുമില്ല. തൽക്കാലം നമ്മുടെ മുന്നിൽ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ, അതിന് തയ്യാറാവുക, മറ്റെല്ലാം മറന്നേക്കുക. വിക്രം പറയും സാർ അത്. അപ്പൊ ശ്രീനിവാസൻ പറയും നീ വേണമെങ്കിൽ വേദയോട് ചെന്ന് സംസാരിച്ചോ, അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നീ വിചാരിക്കുന്നത് പോലെ നിന്നോടുള്ള പിണക്കം കൊണ്ട് അവൾ മാറിപ്പോയതല്ല. എന്നിൽ നിന്നും നിന്നെ അടർത്തി മാറ്റണമെന്നേ ഉള്ളൂ അവൾക്ക്.
അങ്ങനെ എളുപ്പത്തിൽ എന്നെ വിട്ടുമാറാൻ പറ്റാവുന്നവനല്ല നീ എന്ന് സമ്മതിച്ചു കൊടുത്ത് അത് തീർന്നില്ല. നീ നേരെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലേ. ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടറി മോഹൻ അവിടെ ഉണ്ട്. ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ചെല്ല് വിക്രം. വിക്രം താല്പര്യമില്ലാതെ തലയാട്ടി അവിടെ നിന്ന് പോകും. ശ്രീനിവാസൻ പറയും, നമ്മൾ കരുതിയതുപോലെയല്ല സുധാ. വേദാവന്റെ അസ്ഥിയിൽ കൊളുത്തിയിട്ടുണ്ട്. സുധ പറയും, അവളുടെ കേസ് കോടതിയിൽ വരുമ്പോ വിക്രമിന്റെ മൊഴിയും പ്രധാനമാവില്ലേ? അവൻ അവളുടെ പക്ഷം ചേരുവോ നോക്കാം എന്നിങ്ങനെ പറയാവരെ. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ റൂമിലിരിക്കുമ്പോ അങ്ങോട്ട് ശങ്കരനാരായണം വരണേ. വേദ വേഗം എഴുന്നേൽക്കും. ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഡോറടച്ച് ശങ്കരൻ ആ ചെയറിലിരിക്കും. എന്നോടൊന്നും ചോദിക്കരുതെന്ന് ഞാൻ അമ്മയോടും മറ്റുള്ളവരോടും പറഞ്ഞിരുന്നു. പക്ഷേ ദിവസം അവസാനിക്കാറായപ്പോ എനിക്ക് തന്നെ ചോദിക്കാതിരിക്കാൻ സമാധാനക്കേടായി. ഇപ്പൊ നീ ഇങ്ങോട്ട് വന്നത് കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു മടങ്ങാനാണോ? നിന്റെ വരവ് കണ്ടപ്പോ എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. നീ അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു തന്നെ വന്നതല്ലേ? വേദ തല താഴ്ത്തിട്ട് പറയും, അതെ അച്ഛാ. അപ്പൊ ഒരു കോംപ്രമൈസ് ചർച്ചയും തിരിച്ചുപോക്കും ഇല്ലെന്നർത്ഥം അല്ലേ? വേദ പറയും, അതെ. അപ്പൊ ശങ്കരൻ പറയും, നന്നായി. വിവേകം ചിലപ്പോ കുറച്ച് വൈകിയായിരിക്കും ഉദിക്കുക. എന്നാലും ബെറ്റർ ലൈറ്റ് നെവർ എന്നല്ലേ? എന്തായിരുന്നു അവനുമായിട്ടുള്ള പ്രശ്നം? അല്ല, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി. വേദ പറയും, അച്ഛനോട് പറയുന്നതിൽ വിഷമമൊന്നുമില്ല. വിക്രമിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ശങ്കരയ്ക്കും എന്ന് വെച്ചാ നീ ഉദ്ദേശിക്കുന്നത്? പറയും, അയ്യോ, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ആ ഒരു കാര്യത്തിലെ വിക്രമത്തിനേക്കാളും നല്ലൊരാളെ വേറെ കണ്ടെത്താനാവില്ല. ആ ശ്രീകാര്യ ശ്രീനിവാസന്റെ അടുത്ത് നിന്ന് വിക്രം ഒരിക്കലും തിരിച്ചു പോരില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞു നോക്കി. അവസാനം ഇപ്പൊ ഇലക്ഷന്റെ കാര്യം വന്നപ്പോ ഞാൻ തീരുമാനം എടുത്തോന്നേ ഉള്ളൂ. ശങ്കരൻ ചോദിക്കും, അല്ലാതെ വേറൊരു പ്രശ്നവും നിനക്ക് വിക്രവുമായിട്ടില്ലല്ലേ? വേദ പറയും, ഇത് തന്നെ പോരാ. അടിയും വഴക്കും പോലീസ് കേസ് എനിക്ക് മടുത്തു. ശങ്കരൻ പറയും, അവസാനം നിനക്കത് മനസ്സിലായല്ലോ, അത് മതി. വേദയ്ക്ക് സത്യം തുറന്നു പറയാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീടുള്ള പ്രമോലെ രണ്ടുപേരും പരസ്പരം കാണാനോ മിണ്ടാനോ പറ്റാതെ ഇങ്ങനെ സങ്കടത്തോടെ വിങ്ങി പൊട്ടി നിൽക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്